അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വന്നാട്ടോ. നമ്മൾ വൈലത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ പുതിയാപ്പളുടെ സ്നേഹിതൻ്റെ മക്കളെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നതാണ്. ഞങ്ങളെല്ലാവരും കുറേ ആൾക്കാരുണ്ട്, സ്നേഹിതന്മാരും പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ച ഷർട്ട് ഇട്ടാണ് ഇവരെ മകൻ്റെ മക്കളെ കല്യാണം. ഇത് അവരെ അനിയനാണ് പച്ച ഷർട്ട് ഇട്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിന് ഒന്നാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ താഴത്ത് പാർക്കിംഗ് സ്ഥലം കേട്ടോ. മേലെയാണ് സ്റ്റേജും ഭക്ഷണം കഴിക്കണമൊക്കെ മേലെ കേട്ടോ. താഴത്തിങ്ങനെ ചായ, വെള്ളങ്ങൾ, പിന്നെ എന്തെങ്കിലും തിന്നാനുള്ള ഗുലാബ് ജാം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. വണ്ടി ഇറങ്ങിയാലൊന്നും മഴയൊന്നും കൊള്ളൂല, നല്ലതാണ്. ഞങ്ങൾ കയറിയ പാടന്നെ അവർ ഞങ്ങളോട് ചോറ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ വിചാരിച്ച് ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിനകത്ത് പോയപ്പോൾ പുതിയണ്ണുങ്ങളെ രണ്ടും ഉണ്ട് അവിടെ ഇരിക്കണ്. രണ്ടാളെ നിക്കാവും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ട് പുതിയണ്ണുണ്ട് ഇവിടെ. അപ്പോൾ ഇനി പുതിയണ്ണ കൊണ്ടുവരാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പുതിയണ്ണൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നമ്മളറിയാത്ത ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒപ്പം പോയതായിരുന്നു. ഇതാണ് രണ്ട് പുതിയാപ്പിള കേട്ടോ, ജ്യേഷ്ഠ അനിയനാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ എല്ലാവരും ഇട്ടും പരിചയപ്പെട്ട്, പിന്നെ ഞങ്ങൾ കൂടെ പോയ ആൾക്കാരും ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ്, അപ്പോൾ അവരെ കല്യാണം കുറേ കണ്ട് അതും കുറച്ച് നേരമൊക്കെ എടുത്ത് വീഡിയോ. പുതിയാപ്പിളിൻ്റെ സ്നേഹിതന്മാരാട്ടത്. അപ്പോൾ അവരിരിക്കുമ്പോൾ അവരെ ഫോട്ടോ ഒന്നും എടുത്ത്. ഇതൊക്കെ അല്ലേ രസമല്ലേ കാണാൻ. എന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ഓരോ ടൈമിലുണ്ടാകണമല്ലേ. അങ്ങനെ ഞങ്ങളിതിൽ പെട്ട ഒരാൾ തന്നെ പാട്ട് പാടാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അവർ പാട്ട് പാടുന്നുണ്ട്. പക്ഷേ നമ്മൾ പാട്ടൊന്നും ഇതിൽ ഇട്ടിട്ടില്ല, കോപ്പി റൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അത് ഇടാത്തത്. അപ്പോൾ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ഒരു 3-3:30 മണിയാവുമോളം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും വിളിച്ചിട്ട് ഇവരാരും വരുന്നില്ല, കാരണം അവർക്ക് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കണം അവിടെ. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ടുപോയ ആൾക്കാർ അവരല്ലേ, അപ്പോൾ എന്താ ചെയ്യുക, അവർ വരുവോളം ഇരിക്കുക എന്നല്ലാതെ. അപ്പോൾ കുറേ നേരം ഇതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന്. രണ്ട് പുതിയാപ്പിളാരും ഒരേ വലിപ്പട്ട, അധികം പ്രായമൊന്നുമില്ല, ചെറിയ കുട്ടികൾ. അപ്പോൾ പുതിയാപ്പിള പോവാനും വരാനും പുതിയെണ്ണ കൊണ്ടുവരാനും ഒന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുതിയാപ്പിളുടെ കൂടെ ഉള്ളവർ പലരും മാറി മാറി ഇങ്ങനെ ഓരോന്ന് വന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എടുത്തണം. അപ്പോൾ എല്ലാവരും ഒരേമാതിരി ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സെറ്റ് വെള്ളമേ ഒരു മിനിങ്ങലുള്ള എടുത്തിട്ടുണ്ട്, വേറെ സെറ്റ് വേറെ വെള്ളം അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോ ഫോട്ടോകളൊക്കെ എടുത്ത് നമ്മളും കുറച്ച് നേരം കണ്ടിരുന്നൊക്കെ അല്ലേ രസമല്ലേ. അപ്പോൾ ഒന്ന് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കായതിന് ശേഷം പിന്നെ ഞങ്ങൾ പോവാൻ വേണ്ടി തയ്യാറെടുത്ത് എല്ലാവരും കൂടെ താഴത്തേക്ക് വന്ന് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ബഹറ്. അപ്പം ബഹറിൻ്റെ മുന്നായിട്ട് നല്ല പെരും മഴയിട്ട് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. എങ്ങനെ പോവുക കല്യാണത്തിന് എന്നുള്ള ഇതിലായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ അങ്ങനെ അവിടെ പോവാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഏക്കമാളിലെത്തി. അവിടെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് മോനക്ക് ഇതൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഏക്കമാളിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് ഇനി കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്ന് കുട്ടികൾ ചിലവരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. വല്ലാതെ ആളൊന്നും ഇല്ല കേട്ടോ. മഴ ആയിട്ട് അവിടെയും ആൾ പറ്റ കുറവാണ്. ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റണ്ട, അമ്മാതിരി മഴയാണ്.
നല്ല കുട്ടികൾ കളിക്കാൻ പറ്റിയ സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്ത് കളിക്കാം. അത്രയും നല്ല രസത്തിലുണ്ട് അവിടെ. അപ്പോൾ എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.